അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ബസ് കയറി അപ്പോൾ തഞ്ചാവൂരിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടെ നിന്ന് തഞ്ചാവൂരിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ അതിൽ കയറി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ ആളായിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ശേഷം ബസ് എടുക്കത്തുള്ളൂ. ഫുള്ളും നിറഞ്ഞതിന് ശേഷം വണ്ടി എടുക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശ്രീരംഗത്ത് നിന്നും തഞ്ചാവൂരിലേക്കാണ് ഇനി പോകുന്നത്. 1-2 ബസ് കയറി വേണം തഞ്ചാവൂരിലേക്ക് പോകാൻ. തഞ്ചാവൂരിലെ വളരെ പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനാണ് അടുത്ത പ്ലാൻ. ശ്രീരംഗത്ത് നിന്നും തഞ്ചാവൂരിലേക്ക് 61 കിലോമീറ്റർ ഉണ്ട്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് തഞ്ചാവൂരാണ്. അപ്പോൾ തഞ്ചാവൂർ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രീരംഗത്തു നിന്നാണ് ബസ് കയറിയത്. ശ്രീരംഗത്തു നിന്ന് 1-2 ബസ് കയറിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ നല്ല ഉച്ച സമയത്താണ് എത്തിയത്. ഇനിയിപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ എവിടെയെങ്കിലും നിന്നിട്ട് അകത്തേക്ക് കയറാമെന്ന് നോക്കുന്നത്. നല്ല വെയിലുണ്ട്. ഇവിടെ എല്ലായ്പ്പോഴും ഇതേപോലെ തിരക്കാണെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ മെയിൻ കവാടത്തിലേക്ക് എത്താറായി. ആ പോകുന്ന വഴി ആൾക്കാർ ഈ സൈഡിൽ നിന്ന് പച്ച കുത്തുന്നത് കാണാം. ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്കൊന്നും എപ്പോഴും ഇതുപോലെ തിരക്ക് ഇവിടെ ഉണ്ടാകുന്നു. അകത്തേക്ക് കയറാൻ ഇനി എൻട്രി ഫീ ഒക്കെ ഉണ്ടാകുന്നുള്ള അറിയത്തില്ല. നമുക്കിനി അങ്ങോട്ട് പോയാൽ മാത്രമേ കറക്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള മെയിൻ കവാടം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമുക്കിനി ഉള്ളിലേക്ക് പോകേണ്ടത്. ഈ സൈഡിലൊക്കെ ആൾക്കാർ വെള്ളം കുടിക്കാനായിട്ടൊക്കെയുള്ള തിരക്കുണ്ടല്ലോ. കാരണം നല്ല വെയിലാണ്. നമ്മൾ നല്ല വെയിലത്താണ് വന്നിപ്പോൾ ഇവിടെ എത്തിയത്. സമയം ഏതാണ്ട് 12-1 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അകത്തേക്ക് പോയി ഇനി എവിടെയും നല്ല തണലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഇരിക്കണം. നമ്മളീ കാണുന്ന കവാടത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഈ സൈഡിലായിട്ട് തന്നെ വലിയൊരു കനാല് പോലെ കാണാം കേട്ടോ. മുമ്പൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ടോ, ഇതുപോലെ കനാല് പോലെ കിടപ്പുണ്ട് കേട്ടോ. അപ്പർ സൈഡിൽ അത് കണക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഇനിയിപ്പോൾ എൻട്രി ഫീ ഉണ്ടാകുന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അകത്തിട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ. അപ്പോൾ നല്ല തിരക്കാണ്. നമ്മൾ നേരത്തെ ശ്രീരംഗത്ത് പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന അതിനേക്കാളും നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഇവിടെ. കാരണം ഇവിടെ ഇപ്പോൾ നട്ടുച്ചയ്ക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. ഇതിനകത്തൂടെ ഇനി അകത്തേക്ക് പോകാം. ക്യാമറയൊക്കെ അലോഡാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. സൈഡിൽ സെക്യൂരിറ്റിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഈ കാണുന്ന ഗോപുരം കയറി വരുമ്പോഴത്തേക്ക് ഇത് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇത് കണക്കൊരു ഗോപുരം കാണാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത്. കാരണം ക്യാമറ അകത്തോട്ട് അലോഡല്ലെന്നാണ് പറയുന്നത്. കാരണം മൊബൈൽ ക്യാമറ കുഴപ്പമില്ല, നമ്മുടെ അല്ലാതെയുള്ള ക്യാമറകളൊന്നും ഇതിൻ്റെ അകത്ത് അലോഡിട്ടില്ലെന്നാണ് പറഞ്ഞത്. ക്ഷേത്രം നമുക്കിവിടെ ഇങ്ങനെ കാണാം. അതാണ് കേട്ടോ ക്ഷേത്രം. നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ ഊരി ഇവിടെ കൊടുത്തിട്ടത്. ഇതുപോലത്തെ സഞ്ചിയിലാണ്, ഈ കാണുന്ന സഞ്ചിയാണ്, ഇതുപോലത്തെ സഞ്ചിയിലാണ് നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിക്കുന്നത്. നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ചെറിയ ഒരു രൂപം ഇവിടെ കാണാം. ഇങ്ങനെ ഇതുപോലെ സ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റാളിൻ്റെ അകത്ത് തഞ്ചാവൂർ ബൊമ്മ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചത് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ബൊമ്മയൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തഞ്ചാവൂർ ബൊമ്മയുടെ ഒരുപാട് കളക്ഷൻ കാണാം കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ എവിടെയും കൊണ്ടുണ്ടോ ഒരുപാട് കളർ വെറൈറ്റികളുണ്ട് ഈ സൈഡിലൊക്കെ. അതിൻ്റെ അല്ലാതെ തന്നെ ഒരുപാട് ബുദ്ധൻ്റെയും ഒക്കെ പ്രതിമയൊക്കെ ഈ സൈഡിൽ കാണാം. ഇതാണ് നമ്മുടെ തഞ്ചാവൂർ ബൊമ്മയെന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഒരുപാട് കളക്ഷനുണ്ട്. തറയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
നമ്മൾ ഈ കാണുന്ന ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരാണ്. രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. AD 985 തുടങ്ങിയ നിർമ്മാണം പൂർത്തിയാകുന്നത് 1013. ഈ ഒരു ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അക്കാലത്തെ ഏറ്റവും വലിയ ഗോപുരം ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ സൈഡിലെ ഒരു നന്ദിയുടെ ഒരു വലിയൊരു കരിങ്കല്ലിലുള്ളൊരു പ്രതിമ കാണാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നല്ലപോലെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഇവിടെയൊന്നും നന്ദിയുടെ പ്രതിമയെന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്താണ് ഇപ്പോൾ അത് സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ പോകുന്ന നടവഴി തന്നെ നമുക്ക് കാണാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രമുറ്റത്തൂടെ നമുക്കിപ്പോൾ ഈ വെയിൽ സമയത്തൊക്കെ നടക്കാനൊക്കെ നല്ല പാടാണ്. കാരണം വെച്ചാൽ കാല് പൊള്ളുന്ന വകയുള്ള ചൂടാണ്. അപ്പം നമുക്ക് ഇതുപോലത്തെ മണ്ഡപങ്ങളുണ്ട്, ഇതിന് 4 ചുറ്റും ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലാതെ നമ്മുടെ ഇതിലേ നടക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ പൊള്ളും അത്രയ്ക്ക്. കാരണം കരിങ്കല്ലാണ് അത് ഇപ്പോൾ ആകിയിരിക്കുന്നത്. മുമ്പ് ഈ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന നന്ദിനെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഈ കാണുന്ന മുമ്പ് കാലത്തെ നന്ദിയുടെ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അതിപ്പോൾ ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഈ നടക്കുന്ന ഇതുപോലത്തെ നടപ്പന്തലിലാണ് വെച്ചിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറമതിലൊക്കെ നിർമ്മിക്കുന്നത്. അതുപോലെ ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഈ ഒരു ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 66 മീറ്റർ ആട്ടെ. അത് കണക്ക് തന്നെ ഇതിൻ്റെ മുകളിലൊരു വലിയൊരു കല്ലിരിപ്പുണ്ട്, വലിയൊരു കലശം ഇരിപ്പുണ്ട്. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 ടണ്ണാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന വരാന്തയിൽ മൊത്തം 400 തൂണുകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന വരാന്തയിൽ ഇതുപോലത്തെ ഉള്ള ഒരുപാട് തൂണുണ്ട്. ഏകദേശം ഒരു 400 തൂണുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഈ വരാന്തയുടെ ഈ സൈഡിൽ ഇതുപോലെ ഒരുപാട് ശിവലിംഗങ്ങൾ കാണാം കേട്ടോ. അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാം നമുക്ക്. വരാന്തയുടെ ഈ സൈഡിൽ വന്നിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ ഈ ഒരു വരാന്തയിലൂടെ നടന്ന് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുറകുവശത്തുള്ള കാഴ്ച ഞാൻ കാണിച്ചിട്ടാണ് കേട്ടോ. ഇത് പുറകുവശത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കൂടുതൽ ഈ വരാന്തയിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്ന ഒരുപാട് ശിവലിംഗങ്ങളാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നമ്മൾ വരുന്ന സമയത്ത് അവിടെ കുറേ പണ്ട് കാലത്തെ ആൾക്കാർ വരച്ചിരുന്ന കുറേ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്, ചുമർ ചിത്രം പോലെയൊക്കെ ഉള്ളത്. ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4 ചുറ്റിനും ഇത് ഇതുപോലത്തെ വരാന്തയാണ് കേട്ടോ. ഡോർ സൈഡിലൊക്കെ ഉണ്ട് ഇങ്ങനെ. അതിൽ ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ ഇപ്പോൾ വന്നേ. നമ്മളീ നടക്കുന്ന ഈ വരാന്തയിൽ മിക്ക സ്ഥലത്തും ഇതുപോലെ ശിവലിംഗം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ചുവരുകളിൽ ഒരുപാട് ചിത്രപ്പണികളിങ്ങനെ ചെയ്തിരിക്കുകയാണ്. കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ആ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതുപോലത്തെ ചിത്രങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്.
ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. പുറത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം ആദ്യം പ്രതിഷ്ഠ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഗോപുരവും മറ്റുള്ളതൊക്കെ പണി കഴിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് നോക്കിയിരിക്കുന്നൊരു വലിയൊരു നന്ദിയുടെ പ്രതിമയാണ്. അത് ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് വരുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായ നന്ദീനെ ആ സൈഡിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തതാണ്. ഈ കാണുന്ന നന്ദിയുടെ ശില്പം എന്ന് പറയുന്നത്. പഴയ ശില്പം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതോ ആ സൈഡിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ അത് കാണിച്ചായിരുന്നു. ഇതതിൻ്റെ മുൻവശം കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ക്ഷേത്രം വരുന്നത്. മുൻവശം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നന്ദീനെ വെച്ചിരിക്കുന്ന മണ്ഡപത്തിൻ്റെ മുകളിൽ ഇതുപോലെ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ സൈഡിലും അതുപോലെ തന്നെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്ന കാണാം. നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതിന് ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിലൊന്ന് പറയുന്നത് പെരിയ കോവിലെന്ന് ഈ ക്ഷേത്രത്തെ അറിയപ്പെടും. പിന്നെ ബൃഹദീശ്വര ക്ഷേത്രം എന്ന് അറിയപ്പെടും. അതുപോലെ ഒരുപാട് പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ സൈഡിലേക്ക് ആകുമ്പോൾ അവിടെ ഒരു മരം കണ്ട, അവിടെ ആൾക്കാരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം കാണാം. അവിടെ മാത്രമേ ഇത്തിരി കാണുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും ഇതുപോലെ വെയിലാണ് കേട്ടോ. അപ്പോൾ തഞ്ചാവൂർ വന്ന് ബൃഹദീശ്വര ക്ഷേത്രമൊക്കെ കണ്ട് നമ്മളിനിയിപ്പോൾ തിരിച്ച് ഇറങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.